നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേർബ് എന്താണെന്നാണ് പഠിച്ചത് അല്ലേ? അപ്പൊ ഞാൻ വേർബിൽ പറഞ്ഞോ ഫ്യൂച്ചർ ടെൻസിൽ ING ആണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു അതിനകത്ത്, കാരണം കമന്റിൽ ഞാൻ അങ്ങനെ കണ്ടു കേട്ടോ. ഫ്യൂച്ചർ ടെൻസിൽ ING ഉപയോഗിക്കുന്നുണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമ്മൾ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വേർബ് ഫസ്റ്റ് ഫോമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങനെ അവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേർബിന്റെ ടെൻസസ് അനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേർബ് എന്താണെന്ന് പഠിച്ചു, റെഗുലർ വേർബ് എന്താണെന്ന് പഠിച്ചു, ഇറഗുലർ വേർബ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ടെൻസ് അനുസരിച്ച് വേർബ് എങ്ങനെ മാറുന്നു. അത് പഠിച്ചാൽ തന്നെ ഒരു 70% ഇംഗ്ലീഷും നമുക്ക് ക്ലിയർ ആയി. അതായത് വേർബില് നമ്മൾ ബേസ് ഫോം ഉണ്ട്, എസ് ഫോം ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഒരു വേർബ് എടുക്കുകയാണ്, ഈറ്റ്, ate, eaten. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് ടൈപ്പ് ഓഫ് വേർബ് ആണ്? റെഗുലർ വേർബ് ആണോ ഇറഗുലർ വേർബ് ആണോ? ഇത് ഇറഗുലർ വേർബ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇറഗുലർ വേർബ് ആയതെന്ന് ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് 5th ക്ലാസ് ഒന്ന് എടുത്തു നോക്കുക കേട്ടോ. ഇത് ഇറഗുലർ വേർബ് ആണ്, ഈറ്റ്, ate, eaten. അപ്പൊ ഈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ബേസ് ഫോം ആണ്. ഇനി ഞാൻ പറയാണ് എയ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് ഫോം ആണ്, ഈറ്റൺ എന്ന് പറയുന്നത് അതിന്റെ തേർഡ് ഫോം ആണ് അല്ലെ? ഒരു വേർബ് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ് ഈറ്റ്സ്. ഈറ്റ് എന്ന് പറയണതാണ് ഞാൻ ബേസ് ഫോം എന്ന് പറഞ്ഞിട്ട്, ഈറ്റ്സ് എന്ന് പറഞ്ഞാലും എന്താണ്? അത് ബേസ് ഫോമിൽ തന്നെ പെടുത്താൻ പറ്റും. കാരണം ഈറ്റും ഈറ്റ്സ്, ഈറ്റ് പ്ലസ് എസ്, വേർബിന്റെ കൂടെ എസ്സും ചേർക്കുന്നത് നമ്മൾ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷിന്റെ തുടക്കം മുതലാണ് പഠിച്ചു വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറേ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ എന്താണ്, സെന്റൻസ് എന്നൊക്കെ നമ്മൾ നോക്കൂട്ടോ. അപ്പോ ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ, ഈറ്റ് എന്ന് പറഞ്ഞ അതായത് ഒരു വേർബും വേർബിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ നമ്മൾ V1 എന്ന് പറയുന്നതും ആ V1ന്റെ കൂടെ ഒരു എസ്സും കൂടി ആഡ് ചെയ്താലും അത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്രിങ്ക് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്രിങ്ക്സ് എന്ന് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? റീഡ് എന്ന് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. റീഡ്സ് എന്ന് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? കാരണം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു നിയമമുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് ആരൊക്കെയാണ്? നമ്മുടെ 1ാം ക്ലാസ് മുതൽ കേട്ടു തുടങ്ങുന്നവർക്കറിയാം. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എന്തിനെ ആഡ് ചെയ്യണം? എസ്സിനെ ആഡ് ചെയ്യണം. ഓർത്തു വെക്കുക, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എസ്സിനെ ആഡ് ചെയ്യണം. അതാണ് നിയമം. അതായത് ഞാൻ പറഞ്ഞു ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലത്തെ ഒരു നിയമം മാത്രമാണ്. അതായത് നമ്മൾ അല്ലെങ്കിൽ വേണ്ട, ഐനെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. അവനെ കുറിച്ചാണ് പറയുന്നത്. ഈറ്റ് ആണ് നമ്മുടെ വേർബ്. ഹി ഈറ്റ് ഫുഡ്. ഹി എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഒറ്റ ഒരാളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ വേർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, വേർബിന്റെ ബേസ് ഫോം ആയിട്ടുള്ള ഈറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഹി നമ്മൾ ഉപയോഗിച്ചു, ഈറ്റ് ഉപയോഗിച്ചു. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഇവിടെ നമുക്ക് എന്താണ്? സിംഗുലർ ആണ്. ഹി എന്ന് പറയുന്നത് എത്ര പേരേ ഉള്ളൂ? അവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് വേർബിന് ഒരു എസ്സിനെ കൂട്ടുകൊടുക്കുക. അപ്പൊ ഹി ഈറ്റ്സ് എന്നായി. ഹി ഈറ്റ്സ് എന്നായി. ഹി എന്ന് പറയുന്ന ആള് ഒരാൾ മാത്രമേ ഉള്ളൂ. അതേസമയം ഞാൻ പറയാണ് ദേ ഈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ദേ എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? കുറെ ആൾക്കാരുണ്ട് അല്ലെ? ദേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എസ് വേണ്ട. അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് നമ്മുടെ സബ്ജക്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എങ്കിൽ അവിടെ നമുക്ക് എസ് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഈറ്റ് എന്നും ഉപയോഗിച്ചു, ഈറ്റ്സ് എന്നും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചു. അതായത് അതിന്റെ റൂൾ അങ്ങനെയാണ്.
സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ, അതായത് സബ്ജക്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എന്ത് ചെയ്യണം? എസ്സിനെ ആഡ് ചെയ്യണം. പക്ഷേ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലെ, ഐ ഈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഐ ഈറ്റ്സ് എന്ന് വേണ്ട, ഓർത്ത് വെക്കുക. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ പോയി വേർബിന്റെ കൂടെ എസ്സിന് കൊടുക്കരുത്. ഐ ഈറ്റ്, ഐ ഡ്രിങ്ക്, ഐ റീഡ്, ഐ റൈറ്റ്, ഐ റൺ. അല്ലാണ്ട് ഐ റൺസ് എന്നില്ല, ഐ ഈറ്റ്സ് എന്നില്ല, ഐ ജംപ്സ് എന്നില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഐ ജമ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു നോക്കൂ, നിങ്ങൾ തന്നെ പറയണം. ദേ റീഡ്സ്. ശരിയോ തെറ്റോ? പെട്ടെന്ന്. തെറ്റ്. എന്താണ്? ദേ റീഡ് എന്ന് മാത്രം മതി. ഷീ കംസ്. ശരി, ഷീ ഒരാൾ മാത്രമേ ഉള്ളൂ, കംസ്. ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി ഗോസ്. തെറ്റ്. ടോം ആൻഡ് ജെറി ഗോ. വി റീഡ്. കറക്റ്റ്. വി കുറെ പേരുണ്ട്. ക്ലിയർ ആയല്ലോ? ഇത് വേർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ച രീതിയാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമാണ് ഉപയോഗിച്ചത്. അവിടെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് എങ്കിൽ എസ്സിനെയും ഒന്ന് ആഡ് ചെയ്തു. ക്ലിയർ ആയോ? സംശയമുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ? കുഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേർബിന്റെ ബേസ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഏതിന്റെ കൂടെ? വേർബിന്റെ കൂടെ ഒരു എസ്സിനെ അങ്ങോട്ട് കൊടുത്തേക്ക്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ ആയോ? യെസ്. കുഞ്ഞു കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. കാരണം കുറെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കണം, പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്നും ഓർമ്മിപ്പിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ, കാരണം സാറ്റർഡേ എൻ്റെ മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആണ്. അതുകൊണ്ട് തന്നെ മോളുടേതായ ഒരു കുറച്ച് തിരക്കിലോട്ട് ഞാൻ പോവാണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇനി ക്ലാസ്സില്ല. എങ്കിലും നിങ്ങൾ ക്ലാസ് ഒക്കെ കേട്ട് നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.